ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു കക്കാവാരൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നേരത്തെ ഞാൻ കക്കാവാരൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കുറച്ച് തൊട്ടടുത്ത് തന്നെ ഉള്ളടുത്തായിരുന്നു. പക്ഷെ ഇന്നത്തെ കക്കാവാരൽ എന്നുണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാടത്തായിട്ടോ, ഞങ്ങളുടെ സ്വന്തം പാടത്ത് കക്ക വന്നു. അപ്പൊ ആദ്യത്തെ സംഭവം, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇവിടെ അങ്ങനെ കക്ക ആയിട്ടില്ല. അപ്പം ചെളിയുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ പാടം കണ്ടോ, ഇവിടെ എല്ലാം കുരുക്ക് വലയിടും. ഒത്തിരി മീനുണ്ട്, തിലോപ്പിയ, കരട്ടി, അതായത് കൈതക്കൊര, അങ്ങനെയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം വലയിടും. അപ്പോൾ ഇവിടെ ഉള്ള കുറേ ചേട്ടന്മാർ ഇങ്ങനെ വലയിട്ട് വന്ന കൂട്ടത്തിൽ അവർക്ക് എന്തോ ഇതേണൊക്കെ ഇങ്ങനെ നടന്ന കൂട്ടത്തിൽ കാലിൽ എന്തോ തട്ടി അങ്ങനെ ജസ്റ്റ് നോക്കിയത് എന്തുവാന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പം കക്ക എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് മാരിയ കക്ക തീരെ ചെറിയ കക്കയായിരുന്നു കേട്ടോ, അതിന് തൊട്ടടുത്ത് തന്നെ. പക്ഷെ ഇത് നല്ല മുട്ടൻ കക്ക. അപ്പം നമുക്ക് ഒത്തിരി ഒന്നും ആയിട്ടില്ല. ഞാൻ പയ്യെ പറയുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ നോക്കട്ടെ. ഒത്തിരി ഒന്നും ആയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയി വരുന്നുള്ളൂ. ചിലപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പം കൂടുതലാകുമായിരിക്കും. വലിയ കക്ക കേട്ടോ. അപ്പം ഞങ്ങളിവിടെ അപ്പുറത്ത് ചേച്ചിയൊക്കെ ഇത് പറക്കി നോക്കിയപ്പം ഒത്തിരി കിട്ടിയില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കക്കായ്ക്ക്. അതും നല്ല വലിപ്പമുള്ള കക്കയായി വരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മുന്നിട്ട് ഇറങ്ങിയിരിക്കും. അന്ന് അറിഞ്ഞിടം തൊട്ടേ ഞാൻ വിചാരിക്കുന്നു വന്ന് നോക്കണമെന്ന്. അധികമൊന്നുമില്ല, എന്നാലും ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളെ പാടത്തൊക്കെ അല്ലയോ, അപ്പം നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. അവിടെ ഉണ്ടോടാ? ഹരിക്കുട്ടനും ഉണ്ട് എൻ്റെ കൂടെ കേട്ടോ. കക്ക എന്ന് പറഞ്ഞപ്പോഴേ ഹരിക്കുട്ടനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടോടാ? നല്ല നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തില് അത് വേറെ ഏതാണ്ട് മറ്റേടത്ത് ഞാൻ അന്ന് നേരത്തെ പറക്കിയെടുത്തുണ്ടല്ലോ, ഇഷ്ടം പോലെ കക്ക. നമ്മൾ നടക്കുമ്പോ മൊത്തം കക്ക. ഇവിടെ അത്രേ ആയിട്ടില്ലേ, അതാണ് ഈ ഗ്യാപ്പ് വരുന്നത്. കിട്ടിയോടാ? അത് കിട്ടിയെങ്കിൽ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നെ. അവിടെ കിട്ടിയത് നോക്കട്ടെ, വലിപ്പം ഒന്ന് കാണട്ടെ. ഇവിടെ നോക്കട്ടെ, ഇനി കൊണ്ടുവന്നേ. ആഹാ, അത്രയും കിട്ടിയ അതിനിടയ്ക്ക് ഞാണ്ടേ വെള്ളത്തിലൊക്കെ ഇട്ടിരിക്കുക. ഇന്നാടാ മിടുക്കൻ. കണ്ട കക്കയുടെ വലിപ്പം കണ്ടോ? അവിടെയൊക്കെ നോക്കിയാടെ എവിടേക്കോ തടയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് കറക്റ്റ് കിട്ടുന്നില്ല. കക്കയുടെ വലിപ്പം കണ്ടോ? ദാണ്ടേ നീ ഇടയ്ക്ക് ഇത്രയും ഒപ്പിച്ചില്ലേ കണ്ടോ? പക്ഷെ ഇത് നമുക്ക് ഇത്രയും നിറച്ച് ഈ ഒരു ബക്കറ്റ് നിറച്ചൊന്നും കിട്ടണമെന്നില്ല, കുറച്ചും കൂടെ ഒക്കെ. എന്നാലും അത് മതി, വലിയ കക്ക ആയോണ്ടേ ഇറച്ചി കൂടുതൽ ഉണ്ട്. കക്കയാന്ന് തോന്നുന്നു. അങ്ങനെ എന്റെ കാലിൽ തട്ടി കക്ക ദാണ്ടെ നോക്കട്ടെ. ഞങ്ങളെ പാടത്തെ ഞങ്ങളുടെ കക്ക. ദൈവമേ, വരും വർഷങ്ങളിൽ ഇത് നല്ല രീതിയിൽ ഇവിടെ ഉണ്ടാകണേ. ചേറുണ്ട് കേട്ടോ, നല്ല സ്മെല്ല ഉണ്ടോ? പക്ഷെ ഞാൻ അവിടെ അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി ഒരു ദിവസം വന്ന് ഇത് എടുത്ത് കുറച്ച് ഒരു ഇതേ ഉള്ളായിരുന്നു. എടുത്ത കൂട്ടത്തിൽ ഞങ്ങൾ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ, സൂപ്പർ ആയിരുന്നു. പക്ഷെ നമ്മൾ ഈ ചേറിനകത്ത് കിടക്കുന്ന അതിൻ്റെ ഒന്നും ഒരു രുചി അങ്ങനെയുള്ള ഒരു ഇതും ഇല്ലായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അന്നേരമാണ് എനിക്ക് തോന്നിയത് എന്നാ ഒന്ന് വന്ന് വാരുന്നേ നിങ്ങളെ ഒന്ന് കാണിക്കണം. അതെ, ഈ കരിങ്കക്കയുടെ ഒരു പ്രത്യേകതയെ നമുക്ക് മറ്റേ കക്കായൊന്നും പോലല്ല, ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, മറ്റേ കക്ക ഇറച്ചി പോലല്ല. ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ പറക്കാൻ എളുപ്പമാണ്. അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആട്ടോ. മറ്റേ പൂവങ്കക്കായും മോണക്കക്കായ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് വേവിച്ച് റബ്ബർ പോലെ ഒരു ഇതാ. ഇതിനങ്ങനെയൊന്നും ഇല്ല, ഇത് നല്ല സോഫ്റ്റാ. ഞാനാണെങ്കിലേ ഈ കക്ക കുറച്ചല്ലേ ഉള്ളു ഇവിടെ, അന്നേരം ആരെങ്കിലും വന്ന് പറക്കിയാലോ എന്നുള്ള ഒരു ഇതിൽ തലമുടി പോലും കിട്ടിയില്ല. എൻ്റെ തലമുടിയിലെല്ലാം ഇതിന് ഇന്നത്തെ വെള്ളവുമായി. കണ്ടോ? ഇത് നമ്മൾ ഇങ്ങനെ ചെളി ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ചേറിങ്ങനെ കാല് ചേർത്ത് തെന്നി ചേറ് മാറ്റിയിട്ട് നോക്കുമ്പോഴേ ഇതിങ്ങനെ അടി പൊതഞ്ഞിരിക്കുക. ഓ, കിട്ടുന്നുണ്ടോടാ? സോറി, വെള്ളക്കയ. നമ്മൾ കായലിലൊക്കെ പോയി കക്ക വരുമ്പോഴേ അത് വലയൊക്കെ കൊണ്ട് അവിടെ കായലിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്.
അപ്പൊ നമ്മളിങ്ങനെ കോരി, അന്ന് നേരത്തെ ഞാനൊരു വീഡിയോക്കകത്തും പെട്ടെന്ന് നടക്കുന്ന കൂട്ടത്തിൽ കോരി എടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി ഒരു സന്തോഷവും നല്ല ത്രില്ലും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ. എന്താ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാടത്ത് ആദ്യമായിട്ടുണ്ടായ കക്കയാണ്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് കിട്ടുന്നതിനെക്കാട്ടി നമുക്ക് കുറച്ച് സാധനമേ ഉള്ളെങ്കിൽ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിന് ഓൾറെഡി ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ഇപ്പൊ കറിയൊക്കെ ആണെങ്കിലും ഇച്ചിരി വെക്കുന്നെങ്കിൽ ഭയങ്കര രുചിയായിരിക്കത്തില്ലയോ. ഒത്തിരി വെച്ച് കഴിയുമ്പോൾ അതിനൊരു ഡിമാൻഡ് ഇല്ലല്ലോ. അത് പറഞ്ഞ കണക്ക് തന്നെ. ഈശ്വര, ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ കായലിന്ന്, പടിഞ്ഞാറേപ്പുറത്ത് കായലിന്ന് വെള്ളം കയറുന്നുണ്ട് കേട്ടോ. ഏറ്റം കയറുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലക്ഷണം, നമ്മൾ ഈ കായൽ വെള്ളം കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് പായലൊക്കെ ചീഞ്ഞ് തുടങ്ങും. ഇപ്പൊ പായലൊക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മുമ്പലത്തെ കാട്ടി കുറച്ച് ഏറ്റം കൂടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇത്ര ഏറ്റം ഇല്ലായിരുന്നു, ഇപ്പം കുറച്ചും കൂടെ ഏറ്റമായിട്ടുണ്ട്. കക്ക പറക്കുന്ന കൂട്ടത്തിലുണ്ടല്ലോ, ഞാനിങ്ങനെ കക്ക പറക്കുന്ന ആവശ്യത്തിൽ പോയതാ. അപ്പൊ ഞാൻ എന്തിലും ചവിട്ടി, അത് മീനാണെന്നാ തോന്നുന്നത് കേട്ടോ. നോക്കട്ടെ, പോയോ? കൂരിയാന്ന് തോന്നുന്നേ. കൂരിയാണോ? പള്ളത്തി. അപ്പൊ പള്ളത്തി ഉണ്ട്. ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, കുരുക്കുവല ഇടുന്നതിനകത്തെല്ലാം ഇഷ്ടം പോലെ മീൻ കയറുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരു ദിവസം കുരുക്കുവലയും കൂടെ ഇടാനുള്ളൊരു പരിപാടി, ഇവിടെ ഇടയ്ക്ക് മീൻ പിടിക്കും. കക്കയുടെ ഓട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മീനിനെയും കൂടെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ നിർത്താൻ പോകുന്നത് വെച്ചാൽ ഇരുട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ നിർത്തുക, പക്ഷെ ഞങ്ങൾ വീഡിയോ നിർത്തുന്നെങ്കിലും കക്കാവാരലും നിർത്തുന്നില്ല. കുറച്ചും കൂടെ ഇരുട്ടിയാലും കുറച്ചും കൂടെ കക്ക വാരിയിട്ടേ പോകുന്നുള്ളത്. ഇത്രേ ആയിട്ടുള്ളൂ കേട്ടോ. വലിയ കക്കയാണ്, പക്ഷെ എന്നാലും ഇത്രേ ആയിട്ടുള്ളൂ. പിള്ളേർക്കൊക്കെ ഇതൊന്നും ആകത്തില്ല. അതുകൊണ്ട് കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ. ആദ്യം എനിക്ക് ഇറങ്ങിയപ്പോൾ അത്ര ഒരു ആവേശമായിരുന്നു. എന്നാലും ഇങ്ങനെ കക്ക കാണുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് ചില ഭാഗത്തൊന്നും ഒന്നുമില്ല. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്ന ഭാഗത്താണ്ട് വേറെ എന്തൊരു പോയെന്തോന്ന്. അത് പോയി. എന്തോ മീൻ നമുക്ക് നിൽക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ മീൻ തട്ടി പോകുന്നുണ്ട് കേട്ടോ. കൂരിയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പൊ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുക. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി സംസാരിച്ചെടുത്തില്ല. ഇരുട്ട് വീഴുന്നു, എനിക്ക് കക്ക പറക്കണം. നോക്കട്ടെ, അവിടെ എവിടെയൊക്കെ എങ്ങാണ്ടൊക്കെ നീങ്ങി പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. കക്ക ഞങ്ങൾ പറക്കട്ടെ.